അഭിവന്യ വെനിപത്ര തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഗായക സംഘാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരികളെ, എല്ലാവർക്കും സ്നേഹവന്ദനം, ഉയർപ്പിൻ്റെ ആശംസകൾ. ഇന്ന് പുതു ഞായറാണല്ലോ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പല പശ്ചാത്തലത്തിൽ പ്രത്യക്ഷനായി താൻ ജീവിച്ച ശിഷ്യന്മാരോട് കഴിഞ്ഞ യേശു തന്നെയാകുന്നു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് ഉറപ്പിച്ചതിനെ അനുസ്മരിക്കുന്ന സന്ദർഭം കൂടിയാണ്. ഈ ഒരു സന്ദർഭത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ഗാനങ്ങളിലൂടെ അനുസ്മരിക്കുന്നതിനും കർത്താവിനെ മഹിമപ്പെടുത്തുന്നതിനും ഘോഷിക്കുന്നതിനുമായിട്ടൊക്കെ അത്ര ഈ ഒരു ഈസ്റ്റർ കൺസേർട്ട് ഇവിടെ ക്രമീകരിച്ചത്. ഇതിനു മുമ്പ് നാം ക്രിസ്മസ് കൺസേർട്ട് ഇവിടെ നടത്തുകയുണ്ടായി. ഈ കൺസേർട്ടിൽ വളരെ അനുഗ്രഹകരമായ രീതിയിൽ ഗാനശുശ്രൂഷ നടത്തുന്ന 3 ഗായക സംഘമാണല്ലോ എത്തിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഭക്തി സാന്ദ്രതയോടുകൂടെ ഗാനങ്ങൾ അവതരിപ്പിച്ച കർത്താവിനെ മഹിമപ്പെടുത്തുന്നതിന് അവർ മുന്നോട്ട് വന്നതിൽ അവരെ പ്രത്യേകം അനുമോദിക്കുന്നു. നമുക്ക് മെസ്സേജ് നൽകുന്നതിന് വലിയ തിരുമേനിയുണ്ട്. പത്രപുരിത തിരുമേനിയും വളരെ വേഗം എത്തിച്ചേരും. അതുപോലെ സഭാ സെക്രട്ടറിയും വൈദിക ട്രസ്റ്റിയും മറ്റ് സമന്വിതരായ ആളുകളും നമ്മുടെ സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിൽ നിന്നും മറ്റ് സഭകളിലൊക്കെയുള്ള സന്ദർശകരും അതിഥികളും എല്ലാം കൊണ്ട് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. എല്ലാ സ്ഥലത്തും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദൈവം ഈ ഒരു സ്ഥലം അതിൽ നിന്ന് വിമുക്തമാക്കി തന്നിരിക്കുന്നതോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ ഇത് തീരം എന്ന പേരിൽ ഇത് ആ കിടക്കുന്ന സ്ഥലം പോലെ ആയിരുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയോഗത്തിലാണ് ഈ ഒരു തീരം ഇവിടെ പണിതിരിക്കുന്നത്. ഈ തീരം പണിതു കഴിഞ്ഞപ്പോൾ അത് വളരെ മനോഹരമായിരുന്നു. വരുന്നവരെല്ലാം അതിനെ അഭിനന്ദിക്കും. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരാശയമാണ്, ഈ തീരമാകരുത് ഏറ്റവും ആദരിക്കപ്പെടുന്നത് യേശുക്രിസ്തു ആയിരിക്കണം. അന്ന് മനസ്സിൽ വന്ന ആ വേദവാക്യം, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന വേദവാക്യം ശക്തമായി മനസ്സിൽ വന്നതുകൊണ്ടാണ് ഈ തീരത്ത് യേശുക്രിസ്തുവിൻ്റെ ആ ശില്പം ഉയർത്തുന്നതിന് ഇടയായിത്തീരുന്നത്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു തീമാണ്. ഇത് വിഗ്രഹമല്ല. ഈ ശില്പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വിഗ്രഹമല്ല, ഇത് പ്രതിമയല്ല, ഇത് മനോഹരമായ ഒരു കാവ്യ ശില്പമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു തീമുണ്ട്. ആ തീം നിങ്ങൾക്കെല്ലാം പരിചയമുള്ള തീമാണ്. യേശുക്രിസ്തു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് പടകിൽ സഞ്ചരിക്കുന്ന ശിഷ്യന്മാരെ സമീപിക്കുന്നു. അത് കണ്ടപ്പോൾ പത്രോസിന് ആവേശം തോന്നി. പത്രോസ് ഒരു നിത്യാട്ടക്കാരനായിട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. എനിക്കൂടെ അങ്ങനെ നടക്കണം, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വരിക എന്ന് പറയുന്നു. പത്രോസ് വെള്ളത്തിലൂടെ കാലുകൾ വയ്ക്കുന്നു. എന്നാൽ ആ തിരകൾ കണ്ട് ഭയപ്പെട്ടപ്പോൾ പത്രോസ് താഴേക്ക് പോകുന്നു. ഒരു രീതിയിൽ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നിന്ന് പത്രോസിൻ്റെ കണ്ണ് മാറിയപ്പോൾ പത്രോസ് താഴേക്ക് വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. യേശുവിനെ കരം പിടിച്ച് അവനെ ഉയർത്തുന്നു. അന്താളിച്ച് നിൽക്കുന്ന ശിഷ്യന്മാർ ആ ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുകയും എന്ന് യേശുക്രിസ്തു അവരോട് പറഞ്ഞു. കാറ്റും കോളും ഒക്കെ ഉയർന്നു വന്നപ്പോൾ അതിനെ ശാസിച്ച് ആ അനുഗ്രഹകരമായ രീതിയിൽ കരയിലേക്ക് പോകുന്നതിന് കഴിയുന്ന ആ ഒരു ജീസസ് ക്രൈസ്റ്റ് ദ ലിബറേറ്റർ എന്ന ഒരു തീമാണ്. ക്രൈസ്റ്റ് ദ ലിബറേറ്റർ എന്ന തീമാണ് ഇവിടെ ഉള്ളത്. വെള്ളത്തിൽ താഴ്വാൻ പോകുന്ന ആ ജീവിതത്തെ വെള്ളത്തിൽ നിന്ന് കരകയറ്റുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ
വെള്ളത്തിലായിരിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ വെള്ളത്തിലായിരിക്കുന്ന ജീവിതത്തെ കരകയറ്റുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രീകരണമാണ് ഇവിടെയുള്ളത്. ക്രൈസ്റ്റ് ദ ലിബറേറ്റർ. നിങ്ങൾ അർജൻറ്റീനയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ബ്യൂണസ് ഐറിസിൽ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ കൈവിരിച്ച് നിൽക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്, ക്രൈസ്റ്റ് ദ റിഡീമർ എന്നാണ്. അത് ഇങ്ങനെ വിമാനത്താവളത്തിലെ പോലീസുകാരൻ്റെ സെക്യൂരിറ്റി ചെക്കപ്പിനെ കൈവിരിക്കുന്ന പോലെ കൈവിരിച്ച് നിൽക്കുന്ന ഒരു ക്രിസ്തുവാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇരുകരങ്ങളും മുന്നോട്ട് നീക്കി കരങ്ങളിൽ കോരിയെടുക്കുന്നതിന് സ്നേഹപൂർവ്വം മുന്നോട്ട് വരുന്ന ആ സ്നേഹപരമായ കർത്താവിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ശില്പി നമ്മുടെ ഒരു സഭാംഗമല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് ക്രിസ്തുവും ഈ ഒരു പശ്ചാത്തലവും രൂപപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അതിന് ഈ രീതിയിൽ രൂപ കൊടുക്കുവാനായിട്ട് കഴിഞ്ഞത്. പത്രോസിനെ നിങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പത്രോസിൻ്റെ രണ്ട് കരങ്ങളിൽ ഇടം കരം കൊണ്ട് താഴോട്ട് പോകുന്ന പത്രോസ് ഇടത്തെ കരം കൊണ്ട് ആ ഭയത്തോടുകൂടെ താഴോട്ട് പോകാതിരിക്കാൻ ഇങ്ങനെ വെള്ളത്തെ താങ്ങുന്നതിനൊരു വെള്ളുന്നൊരു കരമാണ്. വലത്തെ കരം കൊണ്ട് കർത്താവിൻ്റെ കരത്തിൽ എത്തിപ്പിടിക്കുന്നതിന് പരിശ്രമിക്കുകയാണ്. അതുപോലെ ഈ വള്ളത്തിലുള്ള ഓരോ ശിഷ്യന്മാർക്ക് ഓരോ ഭാവമാണ്. അതിലെ ഒരു ശിഷ്യൻ ഇത് കണ്ട് ഭയചകിതനായിട്ട് പുറകിലോട്ട് നോക്കി ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. മറ്റൊരു ശിഷ്യൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭാവമാണ്. വളരെയധികം ഭാവത്തോടുകൂടെ വളരെയധികം ദർശനത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും അതിൻ്റെ പിന്നിലെ ആശയം ക്രൈസ്റ്റ് ദ ലിബറേറ്റർ, വിമോചകനായ ക്രിസ്തു. ഈ തരംഗത്തിലെ തീം തന്നെ വിമോചനം എന്നുള്ളതാണ്. ഇവിടെ പാലിയേറ്റീവ് കെയറിൽ ആളുകളുണ്ട്. 3 പേര് ഇപ്പോഴവിടെ താമസിക്കുന്നുണ്ട്. അവരെ പ്രിപ്പയറിംഗ് ദം ഫോർ ഡെത്ത്, മരണാസന്നരായവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ മരിക്കുന്നതിന് ഒരുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതങ്ങനെ ദരിദ്രരാവണമെന്നില്ല. ആരായിരുന്നാലും മരണാസന്നരായവർ. അപ്പോൾ നിങ്ങൾ ആരായിരുന്നാലും മതി. നിങ്ങൾ മരണാസന്നരാകുമ്പോൾ സുഖമരണം നിങ്ങൾക്കിവിടെ ഗ്യാരൻറ്റീഡാണ്. സമാധാനത്തോടെ സന്തോഷത്തോടെ മരിക്കുവാൻ ഇവിടെ എല്ലാ പ്രാർത്ഥനയുണ്ട്. അവർക്ക് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ കൊടുക്കും, സാന്ത്വന ശുശ്രൂഷ നടത്തുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ, ലിബറേറ്റിംഗ് ദ പീപ്പിൾ. അതുപോലെ ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അവിടെ 2ാമത്തെ നിലയിലുണ്ട്. അത് കെ തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ്, ആളുകൾക്ക് വന്ന് താമസിക്കാൻ 8-10 മുറികളുണ്ട്. കുടുംബമായി വന്ന് താമസിക്കാൻ ഭാരവും പ്രയാസവും പകർന്നു വെക്കാനായിട്ടുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരു ബെറ്റർ ഹോം നിർമ്മിക്കാനായിട്ട് സാധ്യമായിട്ട് തീരും. അങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. അതെല്ലാം ഈ ഒരു തീമിനെ ബേസ് ചെയ്താണ്, വിമോചകനായ യേശുക്രിസ്തു എന്നുള്ളതാണ്. ഇന്ന് ഈ പുതുഞായർ വാസ്തവത്തിൽ സംഭവിക്കുന്നത് അതുതന്നെയാണല്ലോ. കല്ലറ തുറന്ന് വെളിയിൽ വന്നതായ യേശുക്രിസ്തു, ക്രൈസ്റ്റ് ദ ലിബറേറ്റർ എന്ന ആ ഒരു ആശയം ഈ പുതുഞായറിൽ എല്ലാവരുടെയും മനസ്സിൽ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ശില്പിക്ക് ഇതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ബാലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇത് പണിതു. എന്നോട് പറഞ്ഞു ഇതിന് വിശ്വാസം എന്ന് പേരിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് വലിയൊരു ദർശനമാണ്. ഈ ചുറ്റുപാടെല്ലാം മഴ പെയ്തണൊക്കെയും ഇവിടെ ഈ മഴ ഉണ്ടായില്ല. എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ ചെറിയ ചാഞ്ചല്യം ഉണ്ടായിരുന്നു. പിന്നെയും ബാലു പറഞ്ഞ വാക്കാണ് ഞാൻ ഓർത്തത്, വിശ്വാസം ഉണ്ടായിരിക്കണമല്ലോ. കാരണം ഈ കാണിച്ചിരിക്കുന്നത് കാറ്റും കോളും ഉയർന്നു വന്നപ്പോൾ അതിനെ ശമിപ്പിച്ച കർത്താവിൻ്റെ രൂപമാണ്. അപ്പോൾ ആ കർത്താവിനെ ഉയർത്തി കാണിക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസത്തിൻ്റെ എന്ത് പ്രയോജനമാണ്. അതുകൊണ്ട് ആ കാറ്റിനെയും കടലിനെയൊക്കെ ശാന്തമാക്കിയ കർത്താവ് ഉയരട്ടെ. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും
എന്ന ദർശനം ഇരിക്കട്ടെ. ഇവിടെ ഇനി നമ്മുടെ വള്ളത്തിൻ്റെ പിന്നിൽ എഴുതി വെക്കുന്ന വാചകം ധൈര്യപ്പെടുകയും എന്നുള്ളതാണ്. യേശു ക്രിസ്തു പറയുന്നത് ധൈര്യപ്പെടുകയും എന്നുള്ളതാണ്. ഈ പത്രോസിൻ്റെ പിന്നിൽ ഒരു വാചകം ഉണ്ടായിരിക്കും. പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, കർത്താവേ എന്നെ രക്ഷിക്കണമേ, ലോർഡ് സേവ് മീ എന്നുള്ളതാണ്. യേശു ക്രിസ്തു ദ ക്രൈസ്റ്റ് ദ ലിബറേറ്റർ എന്നുള്ളതാണ്. ആ ദർശനത്തോടുകൂടെ നമുക്ക് പോകാം. നമ്മുടെ ഭാരങ്ങൾ, വേദനകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് എല്ലാം വിടുവിക്കുന്നതായിട്ടുള്ള വിമോചകനായ ക്രിസ്തുവിനോടുകൂടെ പോകുന്നതിന് ഈ ഗാന ശുശ്രൂഷ ഏറ്റവും സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും, നിങ്ങളെല്ലാം ഈ മഴയെ പേടിച്ച് ഒത്തിരി പേര് ഭവനത്തിലെങ്കിലും മഴയെ ഭയമില്ലാതെ വന്ന നിങ്ങളെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. യേശു കർത്താവ് നിങ്ങളോടുകൂടെ മേ ഗോഡ് അക്കമ്പനി യു ഇൻ യുവർ ലൈഫ് ജേർണി. ജീവിതയാത്രയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എമൗസിലേക്ക് പോയ ശിഷ്യന്മാരോടുകൂടെ സഞ്ചരിച്ചതുപോലെ നിങ്ങളോടുകൂടി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഉയർപ്പിൻ്റെ സന്തോഷം ഞാൻ നേരും. അദ്ദേഹമാണ് ഇതിൻ്റെ ശില്പി. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം കരുതിയിരുന്നതായിട്ടുള്ള ഉയർപ്പിനെ കുറിച്ചുള്ള ചിത്രം ഇന്ന് യാഥാർത്ഥ്യമാക്കി നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൃത്യമായിരിക്കും ഉയർപ്പിൻ്റെ ശക്തിയെ ഞങ്ങൾക്ക് പകർന്നു തരുവാൻ ചെയ്ത ഈ കലാശില്പത്തിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കും. ഈ സന്ധ്യ വളരെയധികം അർത്ഥവത്താക്കി തീർത്ത എല്ലാവരോടും ഒറ്റ വാചകത്തിൽ നന്ദി പറയുന്നു. വിശേഷിച്ചും നമ്മുടെ വലിയ തിരുമേനി സന്നിഹിതനായിരുന്ന വളരെയധികം ശ്രദ്ധേയമായ പ്രഭാഷണത്തിലൂടെ ഈ ദർശനം വ്യക്തമാക്കി തന്നതിന് തിരുമേനിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. മെത്രാപ്പൊലീത്ത തിരുമേനി വളരെയധികം യാത്ര ചെയ്ത് വന്ന് വളരെ അധികം അർത്ഥഗർഭമായ ഒരു പ്രഭാഷണത്തിലൂടെ ഈസ്റ്ററിനെ നമുക്ക് വെളിവാക്കി തന്നു. ഇത്രയധികം ആളുകൾ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മുടെ 3 ഗായക സംഘങ്ങൾ, പുന്നക്കാട് ഇടവയുടെ ഗായക സംഘം, ബഥേൽ അരമനയുടെ ഗായക സംഘം, കോട്ടയത്ത് നിന്ന് വന്ന മിക്സഡ് ക്വയർ എല്ലാം ഈ സന്ദർഭത്തിന് ഉചിതമായ ഗാനങ്ങൾ പാടി ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിലും അതിയായ സന്തോഷമുണ്ട്. വന്നുകൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് ഈ ഒരു വലിയ ദൃശ്യം, അതിന് വേണ്ടി ഉപയോഗിച്ച പദം ദൃശ്യം എന്നുള്ളതാണ്. ഇത് എങ്ങനെയോ ദൈവം നൽകിയ എനിക്ക് ധാരാളം ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ദൈവം തമ്പുരാൻ തരാറുണ്ട്. അത് ചിലതൊക്കെ യാഥാർത്ഥ്യമായി തീരാറുണ്ട്. പെട്ടെന്ന് ഉണ്ടായ ഒരു ദർശനമാണ് ഈ ജീസസ് ക്രൈസ്റ്റ് ദ ലിബറേറ്റർ എന്ന ആശയം. അതിന് ഒരു ദർശന രൂപം കൊടുക്കണം എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ ബോംബെ സാന്റാക്രൂസ് ഇടവകയിലെ യുവജന സഖ്യ അംഗങ്ങളായിരുന്ന 3 യുവജന സഖ്യാംഗങ്ങൾ, അവരിപ്പോൾ UAE-യിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരോട് ഞാൻ പങ്കുവച്ചു ഒരു ഡിന്നർ വേളയിൽ. അവർ പറഞ്ഞു, വളരെ സന്തോഷമാണ്, വി വിൽ സ്പോൺസർ ഇറ്റ്. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള യാതൊരു പണവും എടുക്കാതെ കണ്ട് അവർ 3 പേര് കൂടി സ്പോൺസർ ചെയ്തതാണ്. സാമ്പത്തികമായിട്ട് അവരതിൻ്റെ പിന്നിൽ വളരെ ശക്തമായിട്ട് നിന്നതുകൊണ്ടാണ് ഒരു രീതിയിൽ സാധ്യമായത്. ബാലുവിനെ എനിക്ക് പരിചയമായത് നമ്മുടെ ക്രിസ്ത്യൻ കോളേജിലെ ഗാന്ധിജിയുടെ പ്രതിമ ബാലുവാണ് ഉണ്ടാക്കിയത്. അത് സുന്ദരമായിരുന്നത് കൊണ്ട് ഞാൻ ശാന്തഗിരിയിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെയും ഗാന്ധിമാർ എന്ന റോഡിൻ്റെ ഉണ്ട്. മനോഹരമായ രീതിയിൽ ആ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാലു അനേക വിഗ്രഹങ്ങൾ ഭാരതത്തിൻ്റെ പല സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ബാലുവുമായി സംസാരിച്ചപ്പോഴാണ് ഈ വിഗ്രഹങ്ങളും പ്രതിമകളും ശില്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലായ വ്യത്യാസം, ഇതൊരു പ്രതിമയല്ല, ഇതൊരു വിഗ്രഹവുമല്ല, ഇത് ഒരു ശില്പമാണ്, സുന്ദരമായ ഒരു കാവ്യ ശില്പം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ആശയം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം വളരെയധികം യേശു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളൊക്കെയും പഠിക്കുകയുണ്ട്. എന്നാൽ ആ
പടങ്ങളുടെ ഒരു പകർപ്പല്ലിത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു യേശു ക്രിസ്തു ജനിക്കുകയുണ്ടായി. ആ ക്രിസ്തുവും കൊണ്ട് ഒരു വർഷത്തോളം ക്രിസ്തുവായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓരോ ദിവസവും ആ ക്രിസ്തുവിൻ്റെ ഓരോ രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കിയ 10 തൊട്ട് 4 വരെ പണി ചെയ്തൊരു ലേബർ വർക്കല്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. പെട്ടെന്നായിരിക്കും ഒരാശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത്, ഉടനെ ഓടി വന്ന് ഇവിടെ അത് യാഥാർത്ഥ്യമാണ്. അനേക മണിക്കൂറുകൾ ചിലത് ആദ്യം ചെയ്തത് തിരുത്തി പിന്നീട് അത് പുതുക്കി അങ്ങനെയൊക്കെ മനോഹരമായ രീതിയിൽ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു ഒരു ഭാഗ്യം വളരുകയും അത് വെളിപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ക്രിസ്തു വസിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ വളരെയധികം പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിച്ചവരാണ്. അവരെല്ലാം പ്രത്യേകം അനുമോദിക്കുകയും ബാലൂർ ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ എല്ലാവരുടെയും പേരിൽ ഭദ്രാസനത്തിൻ്റെ പാരിതോഷികം കൊടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മെത്രാപ്പൊലീത്ത തിരുമേനി അദ്ദേഹത്തിന് നൽകുന്നതിന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യും. ബഹുമാനപ്പെട്ട വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, 3 തിരുമേനിമാരും, എനിക്ക് ഈ സഭയുടെ ആചാര രീതികളെ പറ്റിയോ മറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഈ സഭയിൽ ജനിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായി പറയുവാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും ജീസസിനെ പറ്റിയോ മറ്റ് ഈശ്വരീയ ചൈതന്യങ്ങളെ പറ്റിയോ എൻ്റെ ഉള്ളിലുള്ള ധാരണകൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാകാം. അതുകൊണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു ഈശ്വരീയ ശില്പത്തിന് രൂപം നൽകുവാൻ എന്നെ ജഗദീശൻ അനുഗ്രഹിച്ചത്. അത്തരത്തിൽ എന്നോട് സഹകരിച്ച ഇതിൻ്റെ എല്ലാ ആൾക്കാർക്കും, ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാം ഈ സന്ദർഭത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതിനുപരി തിരുമേനി ഞങ്ങളുടെ ഈ ആശയത്തെ രൂപവത്കരിക്കുവാൻ എനിക്ക് തന്ന അനുവാദവും ആ സമയം മുതൽ ഇന്ന് വരെ എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സഹകരണവും, ഇത് ചെയ്യുവാൻ എനിക്ക് തന്ന അവസരവും ഞാൻ ജഗദീശ്വരൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. കാരണം ഞാൻ വളരെ ചെറിയൊരു ശില്പി എന്ന് പറയാൻ പോലും അർഹതയില്ലാത്തൊരു ശില്പിയാണ്. അങ്ങനെയുള്ള എനിക്ക് ഇത്രയും വലിയൊരു ജോലി, അതായത് ഒരു വലിയ ഈശ്വരീയമായ വലിയ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി എന്നെ ഏൽപ്പിച്ച ഈ വലിയ വർക്ക് അത് തന്ന തിരുമേനിയോട് എനിക്ക് എത്ര പറഞ്ഞാലും ആ കടപ്പാട് തീരില്ല. അത്രയേറെ ഞാനത് തിരുമേനിയോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ ചെയ്ത ഇതൊരു വിഗ്രഹമല്ല എന്ന് തിരുമേനിയോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇത് വിഗ്രഹമല്ല, ഇതൊരു ശില്പമാണ്. പൂർണ്ണമായും ഒരു ശില്പത്തിൻ്റെ ആ ഉള്ളിലുള്ള ആശയത്തെ പുറമേ പ്രസരിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ചെടുത്ത ഒരാശയത്തിൻ്റെ പൂർണ്ണരൂപമാണിത്. ഇത് എത്ര ഭംഗിയായി എന്നത് എൻ്റെ വിഷയമല്ല. പക്ഷേ എങ്കിലും ഈ ആശയത്തെ അതിനോട് ഒരു 90% നീതി പുലർത്തി സൃഷ്ടിക്കുവാൻ എനിക്ക് ജഗദീശൻ ശക്തി തന്നിട്ടുണ്ട്. അത് നിർവഹിക്കുവാൻ എൻ്റെ ആൾക്കാരെ അവരിലും അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ശില്പത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ, മനുഷ്യൻ്റെ ജീവിതം നമ്മളെപ്പോഴും ഭാരതീയമായ ദർശനമായാലും ഏത് ദർശനത്തിലായാലും അതിന് സാഗരത്തോട് ഉപമിക്കാറുണ്ട്. സാഗരം തിരമാലകൾ കൊണ്ട് നിറഞ്ഞതാണ്. അവിടെ കൊടുങ്കാറ്റുണ്ടാകാം, മേഘങ്ങളുണ്ടാകാം, മഴയുണ്ടാകാം. വളരെയേറെ ജീവിതത്തിൻ്റെ കാഠിന്യമായ അവസ്ഥകൾക്കെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒരു രൂപ
അല്ലെങ്കിൽ ഒരു പ്രതീകമാണ് കടൽ, സാഗരം. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഭവസാഗരത്തിൽ പെട്ട് നിൽക്കുന്ന സാഗരീയ ശക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ ഏറ്റവും കഷ്ടമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവിടെ കഷ്ടപ്പെട്ട് ഉഴലുന്ന മനുഷ്യൻ്റെ മുന്നിൽ ഇതിനൊരു പ്രത്യേക രൂപ വൈവിധ്യമുണ്ട്. അതായത് നാം കാണുന്ന പത്രോസോ മറ്റുള്ളവരോ ചെറിയ രൂപവും ഈശോയുടെ രൂപം വളരെ വലുതുമാണ്. കാരണം മാനുഷിക കൽപ്പനകൾക്കപ്പുറത്ത് നിൽക്കുന്ന ഈശ്വരീയ ശക്തിയുടെ ഉത്തുംഗമായ ഭാവത്തിൻ്റെ പ്രതിബിംബാത്മകമായ രൂപമാണത്. അത് ഈ ക്രൈസ്റ്റ് എന്നതിനുപരി അതിൻ്റെ ഈശ്വരീയ സത്തയുടെ വലിയ രൂപവത്കരണമാണത്. അപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വളരെ വലിയ ഈശ്വരീയ ശക്തിയാണെന്നുള്ളതിൻ്റെ ഒരു പ്രതീകാത്മക രൂപമാണ് ഞാനവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ വള്ളത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഓരോരുത്തരും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തന്നെ 4 സ്വഭാവമുള്ള വ്യക്തികളാണ്. ഒന്ന്, എന്ത് കണ്ടാലും എടുത്തു ചാടാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ പ്രശ്നത്തോട് അത്ര പ്രതിബദ്ധതയോടെ സമീപിക്കുന്ന വ്യക്തി. മറ്റൊന്ന്, കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും സ്വയം മാറി നിൽക്കുകയും ചെയ്യുന്ന വ്യക്തി. അതുപോലെ മറ്റൊരാൾ എല്ലാം ഈശ്വരന് സമർപ്പിക്കുന്ന വ്യക്തി. മറ്റൊരാൾ ഇതെല്ലാം കാണുമ്പോൾ വളരെ നിശേഷനായി മാറുന്ന വ്യക്തി. ഇങ്ങനെയുള്ള സമൂഹത്തിലെ 4 തരം വ്യക്തികളെയാണ് ആ കഥാപാത്രങ്ങളിലൂടെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ പത്രോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചപ്പോൾ അദ്ദേഹം വളരെയേറെ വിശ്വാസത്തോട് വരികയും സന്ദേഹപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആ അവസ്ഥ അതിൻ്റെ കൃത്യതയോടെ എന്ന് പറഞ്ഞാൽ ഒരു 90% കൃത്യതയോടുകൂടി ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് മനുഷ്യൻ്റെ സങ്കല്പങ്ങളിൽ ഈശ്വരീയ ശക്തിയുടെ പ്രാധാന്യം എങ്ങനെ വേണം, അതായത് വിശ്വാസം എങ്ങനെ ഉണ്ടാകണം, അല്ലെ എങ്ങനെയായിരിക്കണം വിശ്വാസം എന്നതിനെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ആ പത്രോസിൻ്റെ രൂപത്തിന് ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് എൻ്റേതല്ല, എൻ്റേതെന്നും എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാം ജഗദീശൻ അന്നേരം തോന്നിക്കുന്ന വസ്തുതകളെ ആ രീതിയിൽ ആവിർഭവിപ്പിക്കുന്നു, അല്ലെ സൃഷ്ടിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഞാനൊരു ശില്പിയാണെന്ന് പറയാൻ പോലുള്ള അഭിമാനബോധം എനിക്കില്ല. കാരണം അത്ര വലിയൊരു ശില്പിയൊന്നും ഞാനല്ല. എനിക്ക് തിരുമേനി തന്ന ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ ഈശ്വരീയ നിയോഗം പോലെ ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. എനിക്ക് എൻ്റേതായ അറിവില്ലായ്മയും എൻ്റേതായ ഒരു വളരെ ചെറിയ പരിമിതമായ ജ്ഞാനത്തിലും പരിമിതമായ ബോധത്തിലും നിന്നുകൊണ്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും അപൂർണതകളുണ്ടെങ്കിൽ അത് ദയവായി ക്ഷമിക്കണം. എല്ലാവരും എന്നെ അനുഗ്രഹിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ അംഗീകരിക്കുന്നതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ കുപ്പുകൈ. ഇതിന് അപാകതയൊന്നുമില്ല. വളരെ സുന്ദരമായിരിക്കുന്നു, വളരെ മനോഹരമായിരിക്കുന്നു. ദൈവം അധികം അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉയരമുള്ള ക്രിസ്തുവിൻ്റെ പ്രതീകമാണിത് എന്ന് തോന്നുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹമായിരിക്കും.